ഭരണഘടനയുടെ ശില്പിയുടെ ഉൾപ്പെടെ പ്ലക്കാർഡുകൾ വലിച്ചു കീറുകയാണ്. ഭരണഘടനയുടെ ശില്പിയുടെ പ്ലക്കാർഡുകൾ ഉൾപ്പെടെയാണ് ഷാദുലി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. ഡോക്ടർ BR അംബേദ്കറുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടായിരുന്നു തങ്ങൾ പ്രതിഷേധിച്ചിരുന്നത്. പക്ഷേ BR അംബേദ്കറുടെ ചിത്രം ഉൾപ്പെടെ പോലീസ് വലിച്ചു കീറുകയായിരുന്നു. ഡൽഹിയിൽ CJP പ്രതിഷേധത്തിന് നേരെ പോലീസ് നടത്തിയിട്ടുള്ള നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാലക്കാട് SFIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുകയാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്കാണ് ഈ പ്രതിഷേധം നടന്നത്. ഇതിനിടയിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഏതായാലും ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ പാലക്കാട് നഗരത്തിലെ റോഡുകൾ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുകയാണ്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ റോഡിൽ SFI പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടുള്ള വിപിൻ ഉൾപ്പെടെയുള്ളവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രതിഷേധം തുടരുമെന്നുള്ള പ്രതിഷേധം തുടരും. ഇന്നലെ ജന്തർ മന്ദറിനകത്ത് വലിയ രൂപത്തിലാണ് SFIയുടെ സഖാക്കളെയും വിദ്യാർത്ഥികളെയും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ പോലീസ് വലിയ രൂപത്തിൽ വേട്ടയാടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഈ തെരുവിൽ നടത്തിയിട്ടുള്ളത്. ആ പ്രതിഷേധം ഇവിടെ എത്തി ഒന്ന് സംസാരിച്ച് ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പോലീസുകാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചിട്ടുള്ളത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവിൽ സമരമായിട്ടുണ്ടാവും. ഞങ്ങളുടെ സമരത്തെ കേവലം ജലപീരങ്കി കൊണ്ട്, ലാത്തികൾ കൊണ്ട്, തോക്കുകൾ കൊണ്ടോ, ഗ്രനേഡുകൾ കൊണ്ടോ, അറസ്റ്റ് കൊണ്ടോ, കേസുകൾ കൊണ്ടോ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അത് നടക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ നോക്കൂ, മെയ് മാസം 23-ാം തീയതി കഴിഞ്ഞ് ഇന്ന് ജൂലൈ മാസം 21-ാം തീയതിയായി. എവിടെയാണ് ധാർമ്മികതയുടെ പേരിലെങ്കിലും ഒരാൾക്കെതിരെയെങ്കിലും കേസെടുക്കാൻ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് ഒരു ഉത്തരം തരേണ്ടത് ഈ ഗവൺമെന്റ് ആണ്. അതല്ലാതെ നമ്മുടെ സമരത്തെ അടിച്ച് ഒതുക്കാനാണ് തയ്യാറെങ്കിൽ ഈ തെരുവിൽ കടന്ന് പോരാട്ടം സംഘടിപ്പിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ ഈ CJP പ്രതിഷേധത്തിനൊപ്പം SFI പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. ഇതിനിടയിലാണ് പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ നടപടി സ്വീകരിച്ചത്. ഏതായാലും ആ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ പാലക്കാട് SFI പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധത്തിനിടയിലാണ് ഇപ്പോൾ പ്രവർത്തകർ റോഡ് ഉപരോധിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് SFI നേതാക്കളെ പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ റോഡ് ഉപരോധിച്ച പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പോലീസ് നിർദ്ദേശം നൽകിയെങ്കിലും ആ നിർദ്ദേശം പ്രവർത്തകർ പാലിച്ചില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി അംഗം വിപിൻ, അതുപോലെ തന്നെ ജില്ലാ നേതാക്കളായിട്ടുള്ള ഷാദുലി, ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് എന്നിവരെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. ഈ ലാത്തി വീശിയിട്ടുള്ള നടപടിയിൽ ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ കാണുന്നത്. പ്രവർത്തകർ കൂട്ടത്തോടെ ഈ അറസ്റ്റ് തടയുകയാണ്. തങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കൂടുതൽ SFI പ്രവർത്തകർ ഇപ്പോൾ ഈ പോലീസ് വാഹനത്തിന് സമീപത്തേക്ക് എത്തി പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രവർത്തകരെയും മാറ്റുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് SFIയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഷാദുലി ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരെ റോഡിലൂടെ വലിച്ചിഴച്ചു നീക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ ഈ അറസ്റ്റ് നടപടി തടയുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഷാദുലി ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. പോലീസിന്റെ ഈ നടപടിയോട് ഒട്ടും യോജിക്കാൻ വേണ്ടി കഴിയില്ല. VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. സമരം RSSനെതിരെയാണ്, UDFനെതിരെയല്ല. അത് ഈ ഭരണ സംവിധാനം മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഭരണഘടനയുടെ ശില്പിയുടെ ഉൾപ്പെടെ പ്ലക്കാർഡുകൾ വലിച്ചു കീറുകയാണ്. ഭരണഘടനയുടെ ശില്പിയുടെ പ്ലക്കാർഡുകൾ ഷാദുലി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. ഡോക്ടർ BR അംബേദ്കറുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടായിരുന്നു തങ്ങൾ പ്രതിഷേധിച്ചിരുന്നത്. പക്ഷേ BR അംബേദ്കറുടെ ചിത്രം ഉൾപ്പെടെ പോലീസ് വലിച്ചു കീറുകയായിരുന്നു. ഇപ്പോൾ ആ അറസ്റ്റ് നടപടികൾ SFIയുടെ കൂടുതൽ നേതാക്കളെത്തി ഇപ്പോൾ പോലീസിന്റെ അറസ്റ്റ് നടപടി തടയുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് ഏതാനും ചില പ്രവർത്തകരെയും വനിതാ പ്രവർത്തകരെയും എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഏതായാലും ഇതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തകരെത്തി ഈ അറസ്റ്റ് നടപടികൾ ചെറുക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നവരെ തകളി പ്രതിഷേധം തുടരും. അതിനുവേണ്ടി SFI എല്ലാ
റോഡിലേക്ക് ഇറങ്ങി ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തുമെന്നാണ് SFI നേതാക്കൾ പറയുന്നത്. ഇതിനിടയിൽ ഇതാ ഇപ്പോൾ സമരവും ഉപരോധവും നടത്തിയിട്ടുള്ള SFIയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടുള്ള വിപിൻ, അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഷാദുരി, പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക്, മറ്റ് നേതാക്കളെയെല്ലാം ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. മറ്റ് പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.